നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന ആ നാൾ ഇതാ വരികയായി എന്ന് നമുക്ക് പറയാം. കാരണം ഒരു 3-4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പ്രവചനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫക്രുദ്ദീൻ അലി പറഞ്ഞ കാര്യം, ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞത് കേട്ടു, പിന്നെന്താ പറയുക, നമ്മുടെ CP റാഷിദിന്റെ അഭിപ്രായം കേട്ടു. ഇന്ന് ഡി പ്രദീപ് കുമാർ എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത്, ഏറ്റവും പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ ഡി പ്രദീപ് കുമാർ, സാധാരണ പ്രദീപ് അങ്ങനെ പ്രവചനങ്ങളൊന്നും ഇതിനു മുമ്പ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ വളരെ സമഗ്രമായ രീതിയിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രദീപ് കുമാറിന്റെ വിശകലനം കണ്ടപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം മറ്റു പലരും അവലംബിക്കുന്ന രീതി ആയിരുന്നില്ല പ്രദീപ് കുമാറിൻ്റെത്. കാര്യകാരണ സഹിതം ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്നൊക്കെ നമ്മൾ പറയാറില്ല, ഇതേപോലെയാണ് പ്രദീപ് പ്രവചനം നടത്തിയിരിക്കുന്നത്. ഈ പ്രവചനം കേട്ടാൽ ഒരുപക്ഷെ നമ്മുടെ LDF-കാർ ഞെട്ടും. 20 മണ്ഡലങ്ങളിൽ പ്രദീപ് പ്രവചിക്കുന്നത് LDF-ന് ഒരു മണ്ഡലം മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു മണ്ഡലം, ഈ ഒരു ഒറ്റ മണ്ഡലം ഒന്നേ കിട്ടുള്ളൂ അല്ലെങ്കിൽ 2 കിട്ടുള്ളൂ എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ LDF-ന് കിട്ടുമെന്ന് പ്രദീപ് കുമാർ പറയുന്ന മണ്ഡലം ചാലക്കുടിയാണ്. അപ്പൊ ചാലക്കുടി ഉറപ്പിക്കുന്നില്ല കേട്ടോ പ്രദീപിന്റെ പ്രവചനം. ഞാൻ സസ്പെൻസ് എന്താ പറയാ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പ്രദീപിന്റെ പ്രവചനം വളരെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: UDF-ന് 18 സീറ്റുകൾ, UDF-ന് 18 മുതൽ 19 വരെ സീറ്റുകൾ എന്നാണ് പ്രദീപ് പറയുന്നത്. LDF-ന് 0 മുതൽ 1 വരെ, അതായത് ഒന്നും ഉറപ്പില്ല, 0 മുതൽ 1 വരെ. അതേപോലെ NDA-ക്കും 0 മുതൽ 1 വരെ. NDA-യുടെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് അത്ഭുതപ്പെടാനില്ല, അത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിജയിക്കും എന്നങ്ങോട്ട് പ്രദീപ് തീർത്ത് പറയുന്നില്ല. 0 മുതൽ 1 വരെ. ഇതേ സ്റ്റാറ്റസ് തന്നെയാണ് CPM-നും കൊടുക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഏതാണ്ട് BJP-യും CPM-ഉം ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. CPM-നും ഇതേപോലെ, അതായത് LDF-നും ഇതേപോലെ 0 മുതൽ 1 സീറ്റ്. ഈ ഒരു സീറ്റ് ചാലക്കുടിയിലാണ്. നമ്മുടെ രവീന്ദ്ര മാഷ് വിജയിച്ചേക്കാം. രവീന്ദ്ര മാഷിന്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ LDF-ന്റെ കഴിവ് കൊണ്ടോ ഒന്നും അല്ല ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ 2020-യുടെ ഒരു ഫാക്ടർ ഉണ്ട്. 2020 കൂടുതൽ വോട്ട് പിടിച്ചാൽ, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്, ബെന്നി ബെഹനാൻ തോൽക്കുമെന്ന് ബെന്നി ബെഹനാന്റെ ശത്രുക്കൾ പോലും പറയില്ല. കേരളത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ തൃശ്ശൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതാപൻ ഒരു മത്സരത്തിൽ നമുക്ക് തോൽക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രതാപന് വോട്ട് പിടിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. പ്രതാപൻ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പ്രതാപൻ 1-ാം നമ്പർ മുസ്ലിം ആവും. ക്രിസ്ത്യാനിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ 1-ാം നമ്പർ ക്രിസ്ത്യാനി. ഹിന്ദുവിന്റെ അടുത്ത് നിന്നേ പോലെ പറയും വേണ്ട 1-ാം നമ്പർ ഹൈന്ദവൻ. കാരണം എങ്ങനെയാണ് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പാഠപുസ്തകമാണ്. നല്ല പാഠപുസ്തകമൊന്നും അല്ല, അതാണ് പ്രതാപൻ. ചാലക്കുടിയിലെ ബെന്നി ബെഹനാനും ഇതേപോലെയാണ്. ബെന്നി ബെഹനാൻ തോൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രക്കും മത്സര രംഗത്ത് മറ്റാരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ്. പ്രത്യേകിച്ചും അത്യാവശ്യം സേഫായ മണ്ഡലം തന്നെയാണ് ചാലക്കുടി. നല്ല വോട്ടിന്റെ മാർജിൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ പ്രദീപ് കുമാർ പറയുന്നത് ബെന്നി ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എന്ന് പറയുന്നത് 2020 പിടിക്കുന്ന വോട്ടുകളാണ്. നമുക്ക് ഒരിക്കലും 2020 ഇപ്രാവശ്യം എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് പല ചർച്ചകളിലും 2020 അങ്ങനെ കാര്യമായി ആരും എടുത്തത് കാണുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. കാരണം ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ, പ്രഖ്യാപിച്ച ആ ഒരു കാലയളവിൽ ഞാൻ നമ്മുടെ സാബു എം ജേക്കബിനെ നേരിട്ട് കണ്ടിരുന്നു. അതുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഇതില് നമ്മുടെ യൂട്യൂബിൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സാബുവിൻ്റെയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഈ 2020 എന്ന് പറയുന്നത് അടുത്ത തവണ കേരളം പിടിക്കാൻ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സാബു ജേക്കബ്. അദ്ദേഹത്തിന് അതിര് കടന്ന ആത്മവിശ്വാസമാണോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളം പിടിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇത്തവണ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ടുപേരും വിജയിക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം 2020 നമുക്ക് ആ ചാലക്കുടി മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കിഴക്കമ്പലത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്തെ 2020 ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോണ്ട് വന്നത് 2020 ജയിക്കാൻ പോകുന്നു എന്നൊന്നല്ല. പ്രദീപ് കുമാർ പറയുന്ന പോലെ 2020 വോട്ട് പിടിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വോട്ട് പിടിച്ചാൽ അത് നമ്മുടെ ബെന്നി ബെഹനാന് വലിയൊരു അടിയായിരിക്കും. അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ മാഷായിരിക്കും. അവിടെ LDF വിജയിച്ചേക്കാം എന്നാണ്, രവീന്ദ്ര മാഷ് വിജയിച്ചേക്കാം എന്നാണ് നമ്മുടെ പ്രദീപ് കുമാർ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രദീപ് കുമാറിന്റെ ഈ വിശകലനം വളരെ വിശദമായി എന്തൊക്കെയാണ് ഇതിന്റെ ഫാക്ടറുകൾ, അതായത് പ്രദീപ് കുമാർ ഓരോ മുന്നണിക്കും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിലുള്ള മേന്മകൾ എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ് പ്രതികൂല ഘടകങ്ങൾ എന്ന് വളരെ സൂക്ഷ്മതയിൽ അപഗ്രഥനം നടത്തിയിട്ടാണ് ഈ ഒരു പ്രവചനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ UDF എന്ന് പറയുന്നത് 18-19 സീറ്റുകൾ UDF അടിച്ചെടുക്കും. LDF അതേപോലെ കിട്ടിയാൽ കിട്ടി 1, BJP അതും കിട്ടിയാൽ കിട്ടി 1, അത് സുരേഷ് ഗോപി. അപ്പൊ പ്രദീപ് കുമാറിന്റെ ഈ പ്രവചനം എങ്ങനെയാണ് എന്ന് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി പരിശോധിക്കാം. ഈ പ്രദീപ് കുമാറിനെ ഞാൻ നേരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹം ആകാശവാണിയുടെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മാത്രമല്ല ഒരു നല്ല ബ്ലോഗറാണ്, എഴുത്തുകാരനാണ്, കോളംനിസ്റ്റാണ്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വാർത്താ അധിഷ്ഠിതമായ സാമൂഹിക നിരീക്ഷണങ്ങൾ കാര്യമായിട്ട് വേണ്ട ഈ രംഗങ്ങളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് പ്രദീപ് കുമാർ. നമ്മൾ സാധാരണ DPK എന്നാണ് വളരെ സ്നേഹപൂർവ്വം പ്രദീപ് കുമാറിനെ വിളിക്കാം. അപ്പം ഞാൻ അതിലേക്ക് കടക്കാം. എന്താണ് പ്രദീപ് കുമാർ വളരെ വിശദമായി പറയുന്നത് എന്ന്. UDF തുണച്ച ഘടകങ്ങൾ ആദ്യം തന്നെ എന്തൊക്കെയാണെന്ന് പ്രദീപ് കുമാർ പറയുന്നു. അത് ഇങ്ങനെയൊക്കെയാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോഷം, പിന്നെ BJPക്കെതിരായ ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നത്, പിന്നെ BJPക്കെതിരായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, യുവാക്കളുടെ വർദ്ധിച്ച പിന്തുണ. ഇനി പ്രതികൂല ഘടകങ്ങൾ, UDF പ്രതികൂല ഘടകങ്ങളാണ്. ഒന്ന്, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ സ്ഥാനാർത്ഥികൾക്കെതിരായ ഒരു പൊതു അസംതൃപ്തി, പിന്നെ സമസ്തയിലെ ചെറിയൊരു ശതമാനത്തിന്റെ പിന്തുണ നഷ്ടമായത്. ഇനി LDFനെതിരായ ഘടകങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരായ ജനരോഷം തന്നെയാണ് ഏറ്റവും പ്രധാനം. ദേശീയ രാഷ്ട്രീയത്തിൽ പങ്കൊന്നുമില്ല എന്നുള്ള അവസ്ഥ. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിക്കെതിരായ പ്രചാരണം, ഇടത് അനുഭാവികളായ ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക്, അതായത് നരേന്ദ്രമോദിക്ക് കിട്ടിയ പിന്തുണ, പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന നേതാക്കന്മാരുടെ അഭാവം. ഇതൊക്കെയാണ് LDF പ്രതികൂലമായ ഘടകങ്ങൾ. ഇനി അനുകൂലമായ ഘടകങ്ങൾ, 2019 ശബരിമല പ്രശ്നത്തിലുണ്ടായ ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന്റെ രോഷം ഇത്തവണ ഇല്ല എന്നുള്ളത് ഒരു അനുകൂല ഘടകമാണ്. പിന്നെ മലബാറിലെ ചില മണ്ഡലങ്ങളിൽ സമസ്താനുകൂലികളായ കുറച്ചു പേരുടെ പിന്തുണ, ഇത് രണ്ടുമാണ് LDF അനുകൂലമായ ഘടകങ്ങൾ. ഇനി NDAക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് മോദിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നീട് ഈഴവ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ചെറിയൊരു ശതമാനം, ക്രിസ്ത്യാനികളിൽ നിന്നും പുതുതായി ലഭിച്ച പിന്തുണയാണ്. പിന്നെ സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം. ഇനി പൊതുവായുള്ള ചില നിരീക്ഷണങ്ങളാണ് പ്രദീപ് കുമാർ നമ്മളോട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, സംസ്ഥാനത്ത് കടുത്ത മത്സരം നടന്നത് കണ്ണൂർ, ആലത്തൂർ, മാവേലിക്കര, തൃശൂർ, ചാലക്കുടി, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഇതിൽ തൃശൂർ, ചാലക്കുടി ഒഴികെയുള്ള സീറ്റുകളിൽ UDF തന്നെ ജയിക്കാനാണ് സാധ്യത. UDF മേൽക്കൈയുള്ള ചാലക്കുടിയിൽ ഇത്തവണ 2020 ശക്തമായി രംഗത്തുള്ളത് LDF അനുകൂലമായ ഫലം ഉണ്ടാക്കും. അവരുടെ വോട്ട് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ അവർക്ക് സാധ്യതയുണ്ട്. 2020 സാധ്യതയുണ്ട്. അതിൽ ഭൂരിപക്ഷവും UDF കിട്ടേണ്ട വോട്ടുകളായിരിക്കും. അത് ചോരുന്ന പക്ഷം പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചു കൂടായികയില്ല. ഇങ്ങനെയാണ് ചാലക്കുടിയിൽ LDF പ്രദീപ് കുമാർ സാധ്യത കാണുന്നത്. പക്ഷെ കടുത്ത മത്സരം നടന്ന കണ്ണൂര്, ആലത്തൂര്, മാവേലിക്കര, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ അവസാന റൗണ്ടിൽ
ജനങ്ങൾ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി UDFന് വോട്ട് ചെയ്തതായും അനുമാനിക്കപ്പെടുന്നു എന്ന് പ്രദീപ് പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പാർട്ടികൾക്ക് അതീതമായ വ്യക്തിപരമായ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കണം. BJPയുടെ ജയം തടയുന്നതിനായി LDF കെ മുരളീധരനോ UDF കെ സുനിൽകുമാറിനോ തന്ത്രപരമായി വോട്ട് ചെയ്തിട്ടില്ല എന്നും അനുമാനിക്കപ്പെടുന്നു എന്നാണ് പ്രദീപ് പറയുന്നത്. അതിനാൽ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഫക്രുദ്ദീൻ അലി പ്രവചിക്കുന്നത് പോലെ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറിന് കിട്ടില്ല എന്നാണ് പ്രദീപ് കുമാർ പറയുന്നത്. NDA സ്ഥാനാർത്ഥി ശക്തമായ മത്സരം അവിടെ കാഴ്ചവെച്ചു എങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ നേടി തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയം ആവർത്തിക്കാനാണ് സാധ്യത. പക്ഷേ ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയും. ആലപ്പുഴ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, കാസർഗോഡ്, പാലക്കാട് മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ വൻതോതിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് പ്രദീപ് കുമാർ പ്രവചിക്കുന്നു. ആലപ്പുഴയിൽ ഇത് ഇടതു മുന്നണിക്കാകും ഭീകരമായി ബാധിക്കുക. നമ്മുടെ ആരിഫ് 3ാം സ്ഥാനത്ത് പോലും എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സിറ്റിംഗ് MPക്ക് 2ാം സ്ഥാനം കിട്ടിയാലും തൊട്ടടുത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായേക്കും എന്നാണ് പറയുന്നത്. കെ സുരേന്ദ്രന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്താൻ നമ്മുടെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കഴിയുന്നതിനെ ആശ്രയിച്ചിരിക്കും പത്തനംതിട്ടയിൽ NDAയുടെ സ്ഥാനം എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ചില ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ വോട്ടുകൾ അനിലിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വൻ വിജയം നേടുമെങ്കിലും UDFന് ഇത്തവണ വോട്ട് ശതമാനം കുറയും. എന്നാൽ LDFന് നാമമാത്രമായും BJPക്ക് ശ്രദ്ധിക്കേണ്ടത്, BJPക്ക് ഒരു 5% വോട്ട് ഇത്തവണ വർദ്ധിക്കും. 15.64% നിന്ന് 20%-ത്തിനടുത്തേക്ക് നമ്മുടെ BJPക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ പ്രദീപ് കുമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഇത്തവണ ഇപ്പൊ BJPക്ക് ഈ പറയുന്ന ഒരു സീറ്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒരു 10 നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെയെങ്കിലും BJP 1ാം സ്ഥാനത്തെത്തും എന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം 2 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നേരത്തെ പല ചർച്ചകളിലും ഇതേപോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല. കാരണം BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളം പിടിക്കുക തന്നെയാണ്. അപ്പൊ 2026 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പ്രദീപ് പറയുന്നത് ഈ LDF UDF എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വ യുദ്ധം ഉണ്ടല്ലോ, ഒരുപാട് കാലമായി നമ്മുടെ ഇവിടുത്തെ വോട്ടർമാർ മുഴുവനും എന്താ പറയാ മടുത്തിരിക്കുന്ന ഈ കാര്യത്തിൽ. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF, 2 കണക്ക് തന്നെ. ഒന്നിനേക്കാൾ എന്താ പറയാ മെച്ചമല്ല എന്നുള്ള സ്ഥിതിയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് ഇത് അറിയാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു യുഗം അവസാനിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. 2026 കേരളത്തിൽ ഇപ്പോഴുള്ള അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഒരു വോട്ടിംഗ് നില കണക്കാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10 മണ്ഡലങ്ങളിൽ തന്നെയെങ്കിലും NDA അതായത് BJP 1ാം സ്ഥാനത്തെത്തും. ചിലപ്പോൾ അത് 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം, എങ്ങനെയാണ് പ്രദീപ് പറയുന്നത് കേട്ടോ. മുഴുവൻ 1ാം സ്ഥാനം എന്ന് പറയുന്നില്ല, 1 അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് ഒരു 10 മണ്ഡലങ്ങൾ തന്നെ പിടിക്കും. ഈ 10 എന്നുള്ളത് 2026 എത്തുമ്പോഴത്തേക്ക് ആ 10 എന്നുള്ളത് എത്ര മടങ്ങായി വർദ്ധിക്കും എന്നുള്ളത് മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. എനിക്ക് തോന്നുന്നു മുരളി തുമ്മാരുകൂടി ഈ ഇലക്ഷനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ഒരു പ്രവചനം നടത്തിയിരുന്നു. കാരണം ഇങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു അസ്പൃശ്യത എന്താ പറയാ കാണിച്ചിട്ട് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം കേരളത്തിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ പത്മജ വേണുഗോപാൽ വന്നിട്ട് എന്ത് നേടി, PC ജോർജ് വന്നിട്ട് എന്ത് നേടി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്നത് തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയല്ല എന്നുള്ള ഒരു പൊതുബോധം ഈ നമ്മുടെ സഖാക്കന്മാര് വീണ്ടും ഈ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വൻ അപകടമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ BJP അത്ര അപകടകരമായ സംഭവമൊന്നും അല്ല. കാരണം കഴിഞ്ഞ 2 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഈ 2 ടേം എന്ന് പറയുന്ന ഏതാണ്ട് ഈ 10 വർഷക്കാലം BJP ഇന്ത്യ ഭരിച്ചിട്ടും ഇവിടെ എന്താ പറയാ ഭരണഘടന അട്ടിമറിക്കുകയോ നമ്മുടെ എന്താ പറയാ ന്യൂനപക്ഷങ്ങളെ
ഇല്ലായ്മ ചെയ്യുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട്, കാരണം BJP നമുക്കറിയാം, BJP എന്തായാലും ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. ഹൈന്ദവ ആദർശങ്ങൾ, സനാതന ധർമ്മ ആശയങ്ങളുള്ള ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയൊക്കെയാണ്. സാധാരണ പലരും പറയാറുണ്ട്, നരേന്ദ്രമോദി വർഗീയത പറയുന്നു, അമിത്ഷാ വർഗീയത പറയുന്നു, യോഗി വർഗീയത പറയുന്നു എന്നൊക്കെ. വർഗീയതയല്ല, അവര് പറയുന്നത് ഹിന്ദുത്വമാണ് എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു എന്താ പറയാ, BJPയുടെ അടിവേര് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ BJP ഇല്ലല്ലോ, അതല്ലെങ്കിൽ പിന്നെ BJPക്ക് പകരം കോൺഗ്രസ് ആവില്ലേ? അപ്പൊ BJP എന്ന് പറയുന്നത്, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അന്തർധാരകൾ എന്ന് പറയുന്നത് ഒന്ന് ദേശീയതയും മറ്റൊന്ന് ഹൈന്ദവതയുമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് BJP ഇല്ല. ഇപ്പൊ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മേലെ അതിന്റെ ഒരു ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വികസനം കൂടി അതിന്റെ കൂടെ ചേർത്ത് വെച്ചു. അങ്ങനെ ദേശീയതയും ഹൈന്ദവ വൽക്കരണവും പിന്നെന്താ പറയാ വികസനവും, ഇത് മൂന്നും കൂടി ചേർന്നാണ് BJP എന്ന് പറയുന്നത്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു ഹൈന്ദവ വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ന്യൂനപക്ഷ വിരുദ്ധതയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പരിപാടിയൊന്നും BJPക്ക് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല. ആ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല. കാരണം ഇടതുപക്ഷമാണ് കേരളത്തിൽ, LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വോട്ടുകളാണ്. അപ്പൊ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊതു ശത്രുവിനെ ഉണ്ടാക്കുക, ഇതാണ് ശത്രു എന്ന് പറയുന്ന ഒരു സംഭവം. കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ നമ്മുടെ എന്താ പറയാ, ഞാൻ ചാനൽ പേരൊന്നും പറയുന്നില്ല, ഒരു അവതാരകനല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ പറയുണ്ടായി, ഈ പോപ്പുലർ ഫ്രണ്ടും RSSും ഒരേപോലെയാണ് എന്ന് പറയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് പിടിയിട്ടിട്ടുണ്ടോ ആളാരാണെന്ന്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെ ആദരപൂർവ്വം നവകേരള സദസ്സിലെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചു കൊടുത്ത ഒരു മഹാനുണ്ടല്ലോ, അദ്ദേഹം പറയുണ്ടായി പോപ്പുലർ ഫ്രണ്ടും RSSും ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആളുകളെ കൊല ചെയ്യുന്ന, കൈകൾ വെട്ടുന്ന, അത്രയധികം അക്രമാസക്തമായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടും RSSും സമാനമായി എന്ന് പറയുന്ന തരത്തിലുള്ള നാരേറ്റീവുകളൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു പൊതുമണ്ഡലത്തിൽ BJP സ്വീകാര്യമായി വരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നതുകൂടെ ഞാൻ ഇത്ര പറയാൻ കാരണം, പ്രദീപ് കുമാറിന്റെ ഈ ഒരു നിരീക്ഷണങ്ങളിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് അവസാനമായി പ്രദീപ് പറയുന്ന ഈ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഒരു 10 മണ്ഡലങ്ങളിൽ തന്നെയെങ്കിലും BJP 1 or 2 സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയുള്ള കാലം 2 മുന്നണികൾ പങ്കിട്ടെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം തീരുന്നു. മൂന്നാമതൊരു മുന്നണി കൂടി വരുന്നു. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രദീപ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഏതായാലും നമുക്ക് ഇന്നിപ്പം 30, 31, 1, 2, 3 ഈ പറയുന്ന 4 ദിവസം കൂടി കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ അറിയാം. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.